ورحمة ورهبانية ابتدعوها തൻവീനിന് ശേഷം ഹംസത്തുൽ വസ്ലാണ് ഇവിടെ. വറഹ്ബാനിയതൻ ഇബ്തദഊഹ എന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതിമഹത്വമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ ഷരീഫ് അനുകൂലമായി സാക്ഷി നിന്ന് വിജയിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ, ആയത്തുകൾ, പദങ്ങൾ, അടയാളങ്ങൾ എന്നതിനെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്ന് ജുസ് 27 പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് പറയുന്നത്. ജുസ് 27 ഇന്ന് സൂറത്തുൽ ദാരിയാത്തിലെ 42-ാമത്തെ ആയത്ത് മുതലാണ് തുടങ്ങുന്നത്. ശ്രദ്ധിക്കുക. അതിൽ ഒരു ഹാഇൻ്റെ ലൊമ്മ് കൂടുതൽ നീളാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഒരക്ഷരം കൂടുതൽ വരും. അത് വരാതെ സൂക്ഷിക്കണം. എവിടെയാണത് എന്ന് നമുക്ക് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ തദറു മിൻ ശൈഇൻ അതത് അലൈഹി ഇല്ലാ ജഅലത്ഹു കറമീം. നോക്കൂ, ഇല്ലാ ജഅലത്ഹു കറമീം. അവിടെ ഇല്ലാ ജഅലത്ഹു കറമീം, ഇല്ലാ ജഅലത്ഹു എന്നാവുകയാണെങ്കിൽ ഒരു വാവ് കൂടുതൽ വരും. അത് വരരുത്. ഇല്ലാ ജഅലത്ഹു കറമീം എന്നാണ് വേണ്ടത്. ഇനി 47-ാമത്തെ ആയത്തിലാണ് നമ്മൾ പറയുന്നത്. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമൂസിഊൻ. അവിടെ വസ്സമാഅ ബനൈനാഹാ എന്നതിന് ശേഷമുള്ള പദം നോക്കൂ. ബിഐദിൻ എന്നാണ് വായിക്കേണ്ടത്. അവിടെ 2 യാകൾ എഴുതിയിട്ട് ഉണ്ട്. ആ 2 യാഇനും 2 യാകൾ ആണുള്ളതെങ്കിലും ഒരു യാ ആണ് ഉച്ചാരണത്തിൽ വരിക. ഉച്ചാരണത്തിൽ വരാത്ത യാഇന് മുകളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെയുള്ള റൗണ്ട് വൃത്തം കൊടുത്തിട്ടുണ്ട്. ആ അടയാളം അറിയിക്കുന്നത് അതുള്ള അക്ഷരം ഉച്ചാരണത്തിൽ വരില്ല എന്നാണ്. അതുകൊണ്ട് ഇവിടെ ബിഐദിൻ എന്ന ഒരു യാ സുക്കൂനുള്ള, ശ്രദ്ധിക്കുക, ആ ഫത്ഹുള്ള ഒരു ഹംസ്, അതിനുശേഷം സുക്കൂനുള്ള യാ, പിന്നെ തൻവീൻ കസറുള്ള ദാൽ. ബിഐദിൻ, ഐദിൻ എന്നുണ്ടാവില്ല, ഉണ്ടാവില്ല. ബിഐദിൻ വഇന്നാ ലമൂസിഊൻ എന്നാണ് ഉള്ളത്. ഇനി 55-ാമത്തെ ആയത്ത് ആണ് പറയുന്നത്. സാധാരണ കേട്ടുപരിചയമുള്ള ആയത്ത് കൂടെ ആയിരിക്കാം ഇത് പലർക്കും. ഈ ആയത്തിൽ 2 പ്രശ്നങ്ങളാണ് വരാറുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, ഈ 55-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് വാവ് കൊണ്ടാണ്. വദക്കിർ എന്നാണ്. വദക്കിർ. അതിനുശേഷം ഫഇന്ന എന്നാണ്. പലരും പറയുന്നത് ഫദക്കിർ ഫഇന്ന എന്നാണ്. 2ഇടത്തും ഫ ആണ്. വാവൊക്കെ മാറി ഫ ആകുമ്പോൾ അതൊക്കെ ഒരക്ഷരം മാറ്റലാണ് അള്ളാഹുവിൻ്റെ കലാമിൽ നിന്ന്. നമ്മുടെ വക അപകടമാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് വദക്കിർ ഫഇന്ന എന്നാണ് വേണ്ടത്, അല്ലാതെ ഫദക്കിർ ഫഇന്നയല്ല. വദക്കിർ വഇന്ന സാധാരണ പറയുന്നത് കേട്ടിട്ടില്ല. മറിച്ച് ഫദക്കിർ ഫഇന്ന എന്നാണ് പറയുന്നത്. അത് തിരുത്തണം. വദക്കിർ ഫഇന്ന. അതിനുശേഷം അദ്ദിക്റ എന്ന് ഒരു അലിഫിന്റെ ഖദർ നീളണം. ഈ പറഞ്ഞതുപോലെ പലരും വദക്കിർ ഫഇന്ന അദ്ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്നാണ് പറയുന്നത്. വദക്കിർ ഫഇന്ന അദ്ദിക്റ തൻഫഉ പോരാ, വദക്കിർ ഫഇന്ന അദ്ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഫഇന്ന ദിക്റ എന്ന ഒരു അലിഫിന്റെ നീളം. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. വദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ എന്ന് വേണം. ശരി, നമുക്ക് അടുത്തത് സൂറത്തു തൂർ ആണ്.
സൂറത്തു തൂറിലേക്ക് നമ്മൾ വന്നാൽ അവിടെ 16-ാമത്തെ ആയത്തിൻ്റെ തുടക്കം നമ്മൾ ശ്രദ്ധിക്കുക. 16-ാമത്തെ ആയത്തിൻ്റെ തുടക്കത്തിലുള്ളത് ഇസ്ലൗഹ എന്നാണ്. ഇസ്ലൗഹ ഫസ്ബിറു, ഇസ്ലൗഹ ഫസ്ബിറു ഔ ലാ തസ്ബിറു എന്നാണ്. ഇസ്ലൗഹയാണ്, അസ്ലൗഹയല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇസ്ലൗഹ. ഓക്കെ. ഇനി 21-ാമത്തെ ആയത്താണ്. 21-ാമത്തെ ആയത്തിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ആയത്തുമല്ലേ സാവധാനം ഒന്ന് ഓതാം. 21-ാമത്തെ ആയത്ത് നോക്കൂ. വല്ലദീന ആമനൂ വത്തബഅത്ഹും ദുർരിയ്യതുഹും ബിഈമാനിൻ ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. ഇവിടെ വല്ലദീന ആമനൂ വത്തബഅത്ഹും ആവാൻ പാടില്ല. വത്തബഅത്ഹും അക്ഷരങ്ങളുടെ ഫത്ഹും കസ്റും ലമ്മും ശ്രദ്ധിച്ച് വായിച്ചു നോക്കി ഓതുക. വത്തബഅത്ഹും. അതിനുശേഷം ദുർരിയ്യതുഹും, ദുർരിയ്യതു എന്നാണ്, ദുർരിയ്യത എന്നല്ല, ദുർരിയ്യതുഹും. എന്നാൽ അതിനുശേഷം അൽഹഖ്നാ ബിഹിം കഴിഞ്ഞ് ദുർരിയ്യതഹും എന്നാണ്. അപ്പോൾ വത്തബഅത്ഹും എന്നത് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളത് ദുർരിയ്യതു എന്ന താഇന് ലമ്മാണ്. തൊട്ടുടനെ വരുന്നത് ദുർരിയ്യത എന്ന താഇന് ഫത്ഹാണ്. ഫത്ഹും ലമ്മും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ തന്നെ ശ്രദ്ധിച്ച് ഓതാൻ വേണ്ടി ശീലിക്കുക. ഓക്കെ. ഇനി നമ്മൾ 37-ാമത്തെ ആയത്താണ് പറയുന്നത്. 37-ാമത്തെ ആയത്തിൽ നോക്കൂ. അം ഇൻദഹും ഖസാഇനു റബ്ബിക്. അത് കഴിഞ്ഞ് അം ഹുമുൽ മുസൈത്തിറൂൻ. അം ഹുമുൽ മുസൈത്തിറൂൻ എന്നാണ് ഓതേണ്ടത്. സ്വാദിന് താഴെ ഒരു ചെറിയ സീൻ എഴുതിയിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അങ്ങനെ രണ്ടക്ഷരങ്ങൾ എഴുതുന്നത് എന്നും അങ്ങനെ വന്നാൽ ഏതാണ് എങ്ങനെയാണ് ഓതേണ്ടത് എന്നും നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. മുകളിലുള്ള അക്ഷരം ഏതാണോ അതാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത് എന്നും വിശദമായിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ മുകളിൽ കാണുന്നത് സ്വാദാണ്, സീന് താഴെയാണ്. അതുകൊണ്ട് അം ഹുമുൽ മുസൈത്തിറൂൻ എന്ന് വേണം. ഇനി നമുക്ക് ആ സൂറത്തിൻ്റെ അവസാന ആയത്ത് നോക്കാം. ആ ആയത്തിൽ വമിനൽ ലൈലി ഫസബ്ബിഹ്ഹു വഇദ്ബാറൻ നുജൂം. ഫസബ്ബിഹ്ഹു എന്ന ഹാഉം ഹാഉം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. എന്നാൽ ഹാഉം ഹാഉം രണ്ടും രണ്ടായി വേർതിരിയൂ. അല്ലെങ്കിൽ ഫസബ്ബിഹ്ഹു എന്നാണ് പറയുക, ശ്രദ്ധിക്കണം. സൂറത്തു തൂർ അവസാനിക്കുകയാണ്. അവസാനത്തെ കലിമത്ത് നോക്കൂ. വഇദ്ബാറൻ നുജൂം എന്നാണ്. നുജൂം അതേ കലിമത്ത് കൊണ്ടാണ് തൊട്ടടുത്ത സൂറത്ത് ആരംഭിക്കുന്നത്. സൂറത്തു നജ്ം. വന്നജ്മി ഇദാ ഹവാ. ഇങ്ങനെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരായത്തിൻ്റെ അവസാനത്തെ കലിമത്ത്, പദം, വേഡ്, ആ വേഡ് കൊണ്ട് തൊട്ടടുത്ത സൂറത്ത് ആരംഭിക്കുന്നത് വേറെ ഖുർആനിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് നോക്കുക. സമയം കിട്ടുന്നതിനനുസരിച്ച് മുസ്ഹഫിലെ എല്ലാ സൂറത്തിൻ്റെയും അവസാനവും അടുത്ത സൂറത്തിൻ്റെ ആദ്യവും ഒന്ന് നോക്കിയാൽ അതൊക്കെ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു അറിവ് എന്ന നിലയ്ക്ക് നമുക്ക് ഉപകാരപ്പെടും. നമ്മുടെ ഖുർആനുമായി ബന്ധപ്പെട്ട് നാം അന്വേഷിക്കുന്നതും നാം തിരയുന്നതൊക്കെ അതൊക്കെ അള്ളാഹു കബൂലാക്കട്ടെ. ഏതായിരുന്നാലും ഇവിടെ കാണാം ഇദ്ബാറൻ നുജൂം. അതേ നജുമ് കൊണ്ടാണ്, ഒന്ന് ബഹുവചനമാണ് ഒന്ന് ഏകവചനമാണ് എന്ന വ്യത്യാസമേ ഉള്ളൂ. നുജൂം നക്ഷത്രങ്ങളാണ്, നജുമ് നക്ഷത്രമാണ്.
അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതുപോലുള്ള ആയത്തുകൾ വേറെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഏതായിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, ഈ സൂറത്തിൽ മുമ്പ് ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഞാൻ പറയാം. ഈ സൂറത്തിലെ ആയത്തുകളൊക്കെ നോക്കൂ. മിക്കവാറും ആയത്തുകളുടെ തുടക്കത്തിൽ പ്രത്യേകിച്ച് കൂടുതൽ ആയത്തുകളുടെയും അവസാനത്തിൽ അലിഫിലാണ് വഖഫ് ചെയ്യുന്നത്. അലിഫിൽ എന്ന് പറഞ്ഞാൽ എഴുത്തിൽ യാ ഒക്കെ ആയിരിക്കാം, പക്ഷെ അതിൻ്റെ ഉച്ചാരണം അലിഫിലാണല്ലോ. അതിന് വേറെ കാരണങ്ങളാണ്. നോക്കൂ, ഒന്നാമത്തെ ആയത്ത് ഹവാ, 2 ഗവ, 3 ഹവ, 4 യൂഹ, അൽ ഖുവ, ഫസ്തവ, അൽ അഅല, ഫതദല്ല, ഔ അദ്ന, മാ ഔഹ, മാ റഅ, യറ, ഉഖ്റ, മുൻതഹ, ഹാ ഹാ. ഇങ്ങനെ അലിഫിലാണ് വഖഫ് ചെയ്യുന്നത്. അലിഫിൽ വഖഫ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, വേഗത്തിലാണ് നമ്മൾ ഓതുന്നത് എങ്കിൽ ഓരോ ആയത്തിൻ്റെയും അവസാനത്തിൽ നാം നിർത്തുമ്പോൾ അറിയാതെ നമ്മുടെ വക ഒരു ഹാ വരും, ഹാ ഉണ്ടാവും. അല്ലെങ്കിൽ ആ ആയത്ത് കഴിഞ്ഞ ഉടനെ അടുത്ത ആയത്ത് ഓതാൻ വേണ്ടിയിട്ട് ചുണ്ട് പൂട്ടി തുറക്കും, അപ്പോൾ അറിയാതെ ഒരു മീമ് വരും. ഈ 2 പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഹാ വരാനാണ് കൂടുതൽ സാധ്യത. 80% സാധ്യത ഹാ വരാനാണ്. എന്നാൽ ഒരു 50% സാധ്യത മീമ് വരാനുണ്ട്. ഒരു 25% സാധ്യത കൂടുതൽ നീളാനും ഉണ്ട്. ഇവിടെയൊക്കെ ഒരലിഫിൻ്റെ ഖദർ മാത്രമേ നീളാവൂ. ഞാൻ 3 കാണിച്ചു തരാം. ആദ്യത്തെ ആയത്ത് മാത്രം നാം പറയാം. ഹാ വരുന്ന രൂപം നോക്കൂ. വന്നജ്മി ഇദാ ഹവാ, ഹവാ, ഹാ വരും. ഇനി ചുണ്ടുപൂട്ടി മീമാവുന്നത് ഈ സംവിധാനത്തിലൂടെ കാണാൻ കഴിയില്ല, വോയിസ് ആണല്ലോ. നോക്കൂ, വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى, ഗവാം എന്ന് പറഞ്ഞ് ഒരു പ്യൂർ മീമിലേക്ക് വരുന്നില്ല, എന്നാലും അലിഫിൽ നിന്ന് പോകുന്നുണ്ട്. ചിലരോ വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى وما ينطق عن الهوى, ഇങ്ങനെ നീണ്ടു പോകും, പാടില്ല. ഈ 3 കാര്യങ്ങൾ അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം. അറിയാതെ ഹാ വരുന്നതും ശ്രദ്ധിക്കണം. ഇരുചുണ്ടുകൾ ഉടൻ പൂട്ടിയാൽ മീമും വരും. വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. ഈ 3 കാര്യങ്ങളാണ് സൂറത്തു നജ്മിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എല്ലായിടത്തേക്കും ബാധകമാണ്. ഇനി ഇതിനു ശേഷം വരുന്ന പല സൂറത്തുകളിലും ഇതുപോലെ അലിഫിൽ വഖഫ് ചെയ്യുന്ന സൂറത്തുകളുണ്ട്. അവിടെ എല്ലാം നമ്മൾ വിശദീകരിക്കുകയില്ല, ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ ആയത്ത് നോക്കൂ. മാ ضل صاحبكم وما غوى. അപ്പോൾ ഈ അലിഫു കൂടുതൽ നീളാതെ, ഹാ വരാതെ, മീമു വരാതെയാവണം ഓത്ത്. അതെങ്ങനെ എന്ന് പറഞ്ഞില്ല, അതുകൂടെ പറയാം. വന്നജ്മി ഇദാ ഹവാ മാ ضل صاحبكم وما غوى ما ينطق عن الهوى. ഇങ്ങനെയാണ്. ഇവിടെ 3 സംഭവിച്ചിട്ടില്ല, ശരി മാത്രമാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ആയത്തിൽ മാ ضل صاحبكم وما غوى, സ്വാഹിബു എന്ന ബ എന്ന ലൊമ്മ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 7ാമത്തെ ആയത്ത് നോക്കൂ. വഹുവ ബിൽ ഉഫുഖിൽ അഅല, ഉഫുഖി എന്ന ഫ എന്ന ലൊമ്മ, ഉഫ്ഖ് അല്ല ഉഫുഖ്, ഉഫുഖ് ശ്രദ്ധിക്കണം. ഇനി 19ഉം 20ഉം ശ്രദ്ധിക്കണം. 19ഉം 20ഉം ഞാനൊന്ന് ഓതാം, ഓതിപ്പോകുന്നു, കൂടുതൽ വിശദീകരിക്കുന്നില്ല. 19 അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, അല്ലാത്ത എന്നാണ്. അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത الثالثة الأخرى. വമനവാത്ത എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മനവാത്തയല്ല,
ومناة الثالثة الأخرى എന്നാണ്. ഇനി 38-ാമത്തെ ആയത്ത്, ചെറിയ ആയത്തുകളാണ്. 38-ാമത്തെ ആയത്തിൽ ألا تزر وازرة وزر أخرى ألا تزر وازرة وزر أخرى. ശ്രദ്ധിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. സ ഒക്കെ കുറെ വന്നിട്ടുണ്ട്. അല്ലാ തസിറു നീളാൻ പാടില്ല, ശ്രദ്ധിച്ചുകൊണ്ട്. ഇനി 41-ാമത്തെ ആയത്ത് നോക്കൂ. സുമ്മ യുജ്സാഹു, യുജ്സാഹു എന്നാണ് അവിടെ. സുമ്മ യുജ്സാഹുൽ ജസാഅൽ ഔഫ. ശ്രദ്ധിക്കണം. ഇനി 50-ാമത്തെ ആയത്തിൽ ഒന്ന് നോക്കുക. وأنه أهلك عادا الأولى. ഇവിടെ ആദനിൽ ഊല എന്ന് വേണം. വസമൂദ, അടുത്ത നോക്കൂ 51. വസമൂദ ഫമാ അബ്ഖാ. വസമൂദ നീളുകയില്ല. വസമൂദ ഫമാ അബ്ഖാ. ഓക്കെ. 57-ാമത്തെ ആയത്ത്, പലർക്കും തെറ്റുവരും അവിടെ. 57 അസിഫത്തിൽ, അസിഫത്തിൽ വായിച്ചു നോക്കൂ. അസിഫത്തിൽ അസിഫ അല്ല, അസിഫത്തിൽ ആസിഫ, അസിഫത്തിൽ ആസിഫ അങ്ങനെയാണ് ഓതേണ്ടത്. അസിഫത്തിൽ ആസിഫ. ഓക്കെ. ഇനി നമുക്ക് സൂറത്തുൽ ഖമറിലേക്ക് വരാം. സൂറത്തുൽ ഖമർ വളരെ ശ്രദ്ധിച്ചോതേണ്ട ഒരു വിഷയമാണ്. സൂറത്തുൽ ഖമറിലെ എല്ലാ ആയത്തുകളുടെയും അവസാനം നോക്കൂ. റാ എന്ന അക്ഷരം വന്നു. റാഇന് തഫ്ഖീം, തർഖീഖ് എന്നീ 2 അവസ്ഥകളുണ്ട്. ഇൻഷാ അള്ളാഹ് അതേക്കുറിച്ച് വിശദമായി പറയേണ്ടതാണ്. ഇൻഷാ അള്ളാഹ് നമുക്ക് മറ്റൊരു സമയത്ത് പറയാം ഇൻഷാ അള്ളാഹ്. ഏതായിരുന്നാലും ഇവിടെ ശ്രദ്ധിക്കാനുള്ള വിഷയം വിശദമായി പറയാൻ ഇവിടെ സാധിക്കുകയില്ല. ആയത്തിൻ്റെ ഒക്കെ അവസാനത്തിൽ തഫ്ഖീമും തർഖീഖും മാറി മാറി വരുന്നുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം സൂറത്തുൽ ഖമർ ഓതേണ്ടത്. നോക്കൂ, ഞാൻ 1-2 ഉദാഹരണം പറയാം. 1-ാമത്തെ ആയത്ത് നോക്കൂ. ഇഖ്തറബത്തിസ്സാഅതു വൻശഖ്ഖൽ ഖമർ. അൽ ഖമർ റാ തഫ്ഖീമാണ്. എന്നാൽ 2-ാമത്തെ ആയത്ത് നോക്കൂ. സിഹ്റുൻ മുസ്തമിർ, മുസ്തമിർ. 3-ാമത്തെ ആയത്ത് നോക്കൂ. മുസ്തഖിൽ, മുസ്തഖിൽ തർഖീഖാണ്. 4-ാമത്തെ ആയത്ത് നോക്കൂ. മുസ്ദജർ, മുസ്ദജർ. തഫ്ഖീം എന്ന് പറഞ്ഞാൽ വായ് നിറയെ സൗത്ത് വരും വിധം തടിയോടെ ഹർഫ് ഉച്ചരിക്കലതാണ് തഫ്ഖീമോടെ. വായ നിറയെ ശബ്ദം ഉണ്ടാകുന്ന രൂപത്തിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുക. മുസ്ദജർ, റോ 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 ഉണ്ടല്ലോ, മുസ്ദജർ. എന്നാൽ 6-ാമത്തെ ആയത് നോക്കൂ, അവിടെ തഫ്ഖീമാണ്. നുഖുർ, നുഖുർ. 7-ാമത്തെ ആയത് നോക്കൂ. മുൻതസിർ, മുൻതസിർ തർഖീഖാണ്. 8-ാമത്തെ ആയത്തിൽ അസിൽ തർഖീഖാണ്. 9-ാമത്തെ ആയത്തിലും വസ്ദുജിർ തർഖീഖാണ്. 10-ാമത്തെ ആയത്തിൽ ഫൻതസിർ തർഖീഖാണ്. ഇങ്ങനെ തർഖീഖും തഫ്ഖീമും മാറി മാറി വന്നിട്ടുണ്ട്. നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതായിരുന്നാലും ആയത്ത്, ഈ സൂറത്തിൻ്റെ എല്ലാ ആയത്തുകളിലും നമ്മൾ അത് അവസാന ഭാഗം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. 25-ാമത്തെ ആയത്ത് നോക്കുക. 25-ാമത്തെ ആയത്ത് നോക്കൂ. ألقي الذكر عليه من بيننا بل هو كذاب أسر. ألقي, ألقي الذكر എന്നാണുള്ളത്. ألقي ശ്രദ്ധിക്കണം. ഇനി 45-ാമത്തെ ആയത്തിൻ്റെ അവസാന വേർഡ് നോക്കൂ. സയുഹ്സമുൽ ജംഉ വയുവല്ലൂന അദ്ദുബുർ, വയുവല്ലൂന അദ്ദുബുർ. ദാലിനും ബാക്കും ളമ്മാണ്. അങ്ങനെ റാഇനെ തഫ്ഖീം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. ഓക്കെ. നമുക്ക് ഇനിയുള്ളത് സൂറത്തുർ റഹ്മാൻ ആണ്.
ഖുർആനിൻ്റെ മണവാളൻ എന്നാണ് സൂറത്തുർ റഹ്മാൻ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പതിവായി ഓതൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ്. ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കൊന്നും വരുന്നില്ല, സമയ ദൈർഘ്യം ഭയക്കുന്നു. സൂറത്തുർ റഹ്മാൻ പൂർണ്ണമായി എല്ലാ ആയത്തുകളും ഓതി കേൾപ്പിക്കുക തന്നെ, ഓതി കേട്ട് തന്നെ പാരായണം ചെയ്യാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കണം. സൂറത്തുർ റഹ്മാനിൽ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ മാത്രം നമുക്ക് പറയാം. ശ്രദ്ധിക്കേണ്ടത്, ഈ സൂറത്തിൽ ഒരായത്ത് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. എത്ര തവണയാണ് ഈ സൂറത്തിൽ ഈ ആയത്ത് ആവർത്തിച്ചു വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നോക്കുക, എണ്ണി നോക്കുക, മനസ്സിലാക്കുക. ഞാനിപ്പോൾ എണ്ണം പറയുന്നില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഇത് എല്ലാവരും സാധാരണ ഓതുന്ന സൂറത്തായതുകൊണ്ട് ഇതിലൊരു പ്രശ്നമുണ്ട്. അഥവാ ആലാഇ എന്ന കലിമത്ത് മദ് മുത്തസിലിൻ്റെതാണ്. അവിടെ മദ് മുത്തസിൽ അസ്ലിനേക്കാൾ കൂടുതൽ നിർബന്ധമുള്ള മദ്ദാണ്. അപ്പോൾ ദിവസവും നമ്മൾ സൂറത്തുൽ അർ-റഹ്മാൻ പാരായണം ചെയ്യുമ്പോൾ ആ മദ്ദുകൾ, ഒരു ഉദാഹരണത്തിനാണ് ആ മദ്ദുകളെ പറഞ്ഞത്, ആ മദ്ദ് എടുക്കാതെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ റബ്ബുൽ മശ്രിഖൈനി വറബ്ബുൽ മഗ്രിബൈൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, ഇവിടെയൊക്കെ നമ്മൾ വലിയ ഒരു പാതകം ചെയ്യുന്നുണ്ട്. ആലാഇ റബ്ബികുമാ എന്ന ആലാഇ എന്ന അസ്ലിയായ മദ്ദിനേക്കാൾ അല്പം നീട്ടിയിട്ട് മാത്രമേ മുത്തസലായ മദ്ദിന് വകുപ്പുള്ളൂ. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ, അത്ര നീട്ടുന്നതോടുകൂടി ബാധ്യത വീടി ഇല്ലാതെ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ എന്ന് പറഞ്ഞാൽ പാടില്ല. അതെല്ലാ ആയത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, നമ്മുടെ 29ാമത്തെ ആയത്തിലെ ഒരു കലിമത്ത് നോക്കൂ. 29ാമത്തെ, ഞാൻ ആവർത്തിക്കുന്നു, സൂറത്തുർ റഹ്മാൻ പൂർണ്ണമായും നല്ല രൂപത്തിൽ കേട്ട് പഠിച്ചു വേണം ഓതാൻ, അല്ലെങ്കിൽ തെറ്റുകൾ വരുന്നതിനെക്കുറിച്ച് അക്ഷരങ്ങളുടെ മഖ്റജുകളൊക്കെ ശ്രദ്ധിക്കണം. 29 യസ്അലുഹു മൻ ഫിസ് സമാവാതി വൽ അർദ്. യസ്അലുഹു എന്ന ഹു അല്പം നീളണം. ചിലരൊക്കെ ഓതുന്നത്, നിത്യമായി ഓതുന്ന സൂറത്തായതുകൊണ്ട് പലപ്പോഴും കേൾക്കുമല്ലോ, യസ്അലുഹു മൻ ഫിസ് സമാവാതി എന്നാണ്. യസ്അലുഹു മൻ ഫിസ് സമാവാതി പോലെ യസ്അലുഹു മൻ ഫിസ് സമാവാതി, ഹു അല്പം നീളണം. ഓക്കെ, ഇനി 31ാമത്തെ ആയത്ത് നോക്കൂ. അതിൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. സനഫ്റുഗു ലക്കും അയ്യുഹസ് സഖലാൻ. ആ അയ്യുഹ എന്ന് എഴുതിയത് നോക്കൂ. അയ്യുഹ, വേറെ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അയ്യുഹ എഴുതിയിട്ടുണ്ട്. ആ അയ്യുഹയും ഈ അയ്യുഹയും വ്യത്യാസമുണ്ട്. ഹ എൻ്റെ എഴുത്ത് വിരലിൽ എണ്ണാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അയ്യുഹ ഇങ്ങനെ എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഹ ഒക്കെ വേറെ രൂപത്തിലാണല്ലോ, അലിഫോട് കൂടെയാണ് എഴുതിയിട്ടുള്ളത്. രണ്ടിനെയും ഉച്ചാരണം വഖഫിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇപ്പോൾ പറയുന്നില്ല. ഞാനൊന്ന് കാണാൻ വേണ്ടി, ഖുർആനിൻ്റെ എഴുത്തിൻ്റെ ഒരു വൈവിധ്യം കാണാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. ഇനി നമുക്ക് 78ാമത്തെ ആയത്ത് നോക്കാം. അവസാനത്തെ ആയത്ത്, തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അവിടെ ദിൽ ജലാലിക്ക് പകരം ദുൽ ജലാലി പറയുന്ന ആളുകളുണ്ട്. തബാറക ഇസ്മു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, തെറ്റാണ്. റബ്ബിക ദുൽ ജലാലി അല്ല, റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ സൂറത്തുൽ വാഖിഅ നോക്കുകയാണ്. സൂറത്തുൽ വാഖിഅ നമുക്കറിയാം, സൂറത്തുർ റഹ്മാൻ പോലെ തന്നെ പാരായണം നിത്യവും നിർവഹിക്കൽ സുന്നത്തുള്ളതാണ്. സൂറത്തുൽ വാഖിഅ നിത്യമായി പാരായണം ചെയ്യുന്ന വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ച സൂറത്ത് കൂടെയാണ് സൂറത്തുൽ വാഖിഅ. അതുകൊണ്ട് വാഖിഅ സൂറത്ത് പതിവാക്കണം, തെറ്റില്ലാതെ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് ഒരു 1-2 അല്പ സ്ഥലങ്ങൾ മാത്രം പറയാം. ഒന്ന്, പലരും ഇദാ വഖഅത്തിൽ വാഖിഅ നോക്കൂ, അൽ വാഖിഅതു എന്നാണ് ആയത്തിന്റെ അവസാനാക്ഷരം. അടുത്ത ആയത്ത് നോക്കൂ,
കാദിബത്തുൻ എന്നാണ്. മൂന്നാമത്തെ ആയത്ത് നോക്കൂ, റാഫിഅത്തുൻ എന്നാണ്. ഇങ്ങനെയുള്ള തായിലൊക്കെ വഖഫ് ചെയ്യുമ്പോൾ ഹ വേണം. നമ്മൾ നേരത്തെ അലിഫിൽ വഖഫ് ചെയ്യുമ്പോഴാണ് ഹ വേണ്ട എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ തായിലാണ് വഖഫ്, ഇവിടെ ഹ വേണം. അൽ വാഖിഅഹ്, വാഖിഅഹ് എന്ന് വേണ്ട. വാഖിഅ ഫത്ഹുള്ള ഐനിലും നിർത്താൻ പാടില്ല. ഹ സുക്കൂനുള്ള ഹ. ഇദാ വഖഅത്തിൽ വാഖിഅഹ് ലൈസ ലിവഖഅതിഹാ കാദിബഹ് ഖാഫിദത്തുർ റാഫിഅഹ്. അത് ശ്രദ്ധിക്കണം. ഏഴാമത്തെ ആയത്തിൽ സാധാരണ കുട്ടികളടുക്കൽ നിന്നൊരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത് നോക്കൂ. നാലാമത്തെ ആയത്ത് മുതൽ ഓതിപ്പോരുന്നത് ഇദാ റജ്ജത്തിൽ അർദു റജ്ജാ വബുസ്സത്തിൽ ജിബാലു ബസ്സാ, അങ്ങനെയാണ്. മുംബസ്സ, അങ്ങനെ അലിഫിൽ നീട്ടി നിർത്തി പോരുമ്പോൾ വകുൻതും അസ്വാജൻ സലാസ, അങ്ങനെ നിർത്തുന്നവരുണ്ട്. വകുൻതും അസ്വാജൻ സലാസ പാടില്ല. വകുൻതും അസ്വാജൻ സലാസ, നമ്മൾ അൽ വാഖിഅഹ് എന്ന് പറഞ്ഞതുപോലെ സലാസ എന്നാണ് നിർത്തേണ്ടത്. ഇനി 14 ശ്രദ്ധിക്കുക. ഇവിടെ കുറേ വിഷയങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. 14-ാമത്തെ ആയത്ത്, 40-ാമത്തെ ആയത്ത്, 49, ഇത്രയും ആയത്തുകൾ ശ്രദ്ധിക്കണം. എന്താണ് ശ്രദ്ധിക്കാനുള്ളത്? 14 നോക്കൂ. വഖലീലും മിനൽ ആഖിരീൻ, വഖലീലും മിനൽ ആഖിരീൻ. 14-ാമത്തെ ആയത്തിൽ ആഖിരീൻ എന്നാണ്. എന്നാൽ 40-ാമത്തെ ആയത്ത് നോക്കൂ. 40-ാമത്തെ ആയത്ത് നോക്കൂ. വസുല്ലത്തും മിനൽ ആഖിരീൻ എന്നാണുള്ളത് 40-ാമത്തെ ആയത്ത്. 49-ാമത്തെ ആയത്തിൽ അവിടെയും ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, അവ്വലീന വൽ ആഖിരീൻ അല്ല. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് എന്താണ്? ഈ ആയത്തുകളിലൊക്കെ ആഖിരീന എന്നാണ് ഉള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആഖിരീനയായി പോവരുത്. ഇനി 35-ാമത്തെ ആയത്ത്. 35-ാമത്തെ ആയത്ത് എങ്ങനെ ഓതാം? ഇന്നാ അൻശഅനാഹുന്ന ഇൻശാഅ, ഇൻശാഅ അല്ലാതെ ഇൻശാ എന്നല്ല, തെറ്റാണ്. 52-ാമത്തെ ആയത്തിൽ തുടക്കം ലഅകിലൂനയല്ല, ലആകിലൂന, ലആകിലൂന എന്നാണ്. 65, 70 ഈ രണ്ടായത്തുകൾ ശ്രദ്ധിക്കുക. ഇനി 65-ഉം 70-ാമത്തെയും ആയത്ത് നോക്കൂ. 65-ൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. 65 ലൗ നശാഉ ലജഅൽനാഹു ഹുതാമ, ലൗ നശാഉ ലജഅൽനാഹു, ലജഅൽനാഹു എന്നുണ്ട്. എന്നാൽ 70-ാമത്തെ ആയത്തിൽ ലൗ നശാഉ ജഅൽനാഹു എന്നേ ഉള്ളൂ. 65-ൽ ലജഅൽനാഹു എന്ന് ലാമുണ്ട്, 70-ൽ ലാമില്ല. പലരും ലാമിനെ ഒഴിവാക്കിയിട്ടാണ് രണ്ട് സ്ഥലത്തും ഓതി കേൾക്കുന്നത്. ലൗ നശാഉ ജഅൽനാഹു പാടില്ല, ലൗ നശാഉ ലജഅൽനാഹു എന്ന ലാം ഉണ്ടായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ. ഇനി നമ്മൾ 79-ാമത്തെ ആയത്തിൽ കൂടി നോക്കൂ. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ. ലാ യമസ്സു എന്ന മീമിന് ഫത്ഹും സീനിന് ദമ്മും ഹാഇന് ദമ്മുമാണ്. ലാ യമസ്സുഹു എന്ന് അല്ല, ലാ യമസ്സഹു എന്ന് സീനിന് ഫത്ഹും ആവാൻ പാടില്ല. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ലാ യമസ്സുഹു, ലാ യമസ്സുഹു, ലാ യമസ്സുഹു എന്ന് പറയണം. 95-ാമത്തെ ആയത്ത്, 95-ാമത്തെ ആയത്ത് ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ. ലഹുവ ഹഖ്ഖു ആണ്, ലഹുവൽ ഹഖ്ഖു ഇല്ലേ. എങ്ങനെയായിരുന്നു നിങ്ങൾ ഓതിയിരുന്നത്? ഒന്ന് മെല്ലെ ഒന്ന് ഓതി നോക്കൂ, മനസ്സിലൊന്ന് ഓതി നോക്കൂ. ഇന്ന ഹാദാ ലഹുവൽ ഹഖ്ഖു, ലഹുവൽ ഹഖ്ഖു പറഞ്ഞിരുന്നോ?
എന്നാൽ ഇപ്പോൾ തിരുത്തുക. ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഓക്കെ, ഇനി നമുക്ക് സൂറത്തുൽ ഹദീദിലേക്ക് വരാം. സൂറത്തുൽ ഹദീദിലെ 17ാമത്തെ ആയത്താണ് നമ്മൾ പറയുന്നത്. തുടക്കം ഇഅ്ലമൂ എന്നാണ്. ഇഅ്ലമൂ അന്നല്ലാഹ ആണ്, ഇഅ്ലമൂ ആണ്. മുകളിൽ കാണുന്നത് ഫത്ഹ അല്ല, ഹംസത്തുൽ വസ്ലിന്റെ അടയാളമാണ്. ഇഅ്ലമൂ വേണം. 25 ആയത്ത് 25 പ്രത്യേകം ശ്രദ്ധിക്കുക. ലഖദ് അർസൽന എന്ന് തുടങ്ങുന്ന ആയത്തിൽ വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ് എന്നാണ്. എങ്ങനെ? ഒന്ന് വായിച്ചു നോക്കൂ. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു, ലാമിന് ഫത്ഹാണ്, അല്ലാതെ മൻ യൻസുറുഹു വറുസുലുഹു അല്ല, മൻ യൻസുറഹു വറുസുലഹു അല്ല. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്. ശ്രദ്ധിക്കണം പ്രത്യേകിച്ച്. 27ാമത്തെ ആയത്ത് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. 27ാമത്തെ ആയത്തിൽ സുമ്മ ഖഫൈന എന്ന് തുടങ്ങുന്ന ആയത്തിൽ നോക്കൂ. വറഹ്മതൻ വറഹ്ബാനിയതൻ ഇബ്തദഊഹാ വറഹ്ബാനിയതൻ ഇബ്തദഊഹാ, തൻവീനിന് ശേഷം ഹംസത്തുൽ വസ്ലാണ് ഇവിടെ. വറഹ്ബാനിയതൻ ഇബ്തദഊഹാ എന്ന് ശ്രദ്ധിച്ചു വായിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഖുർആനിനെ അതിൻ്റെ പൊരുത്തത്തോടു കൂടി നിർവഹിച്ച് പാരായണം ചെയ്ത് അള്ളാഹുവിൻ്റെ അഹ്ലുകാർ എന്ന സിഫത്ത് വിശേഷണം ഉൾക്കൊണ്ടവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.